ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഇങ്ങനെ ഏതാണ്ട് KSRTC മോഡലിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കോപ്പറേറ്റീവ് ബാങ്കുകളും മിക്ക ബാങ്കുകളും കൊള്ള സംഘമായിട്ട് മാറി. വളരെ പരിതാപകരമായ, വളരെ അപകടകരമായ നിലയിലേക്ക് സംസ്ഥാനത്തിൻ്റെ സ്ഥാപനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. റവന്യൂ വരുമാനം 1750 കോടി രൂപ, പ്രതിമാസ ചെലവ് 1950 കോടി രൂപ, വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസം ഒരു മാസം 200 കോടി രൂപ എന്ന് പറയുമ്പോൾ ഒരു വർഷം ഏതാണ്ട് 2400 കോടി രൂപ. ഭാഗ്യത്തിന് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന് വലിയ കൂട്ടലൊന്നും കൂട്ടണ്ട, നിങ്ങൾ പറഞ്ഞ എൻ്റെ ഒരു പകുതി കൂട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്നത്. നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് 5ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്ന, അതുകൂടാതെ സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ BA പ്രകാശ് സാറാണ്. സാർ, ഇക്കഴിഞ്ഞ ദിവസമാണ് KSEBയുടെ CMD ആയ ബിജു പ്രഭാകരൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നത്. അതായത് KSRTC മോഡൽ KSEB ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രസ്താവന. അതിനെങ്ങനെ നോക്കിക്കാണുന്നു? അതായത് പിന്നീട് KSRTC പറ്റി എനിക്കൊരു ചെറിയ ധാരണയുള്ള ഒരാളാണ്. കാരണം ഞാൻ ഒരു ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ KSRTC പറ്റി പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1975 മുമ്പ് ഉള്ള കാലഘട്ടത്തിൽ KSRTC നല്ല ലാഭത്തിൽ പ്രവർത്തിച്ച ഒരു സ്ഥാപനമാണ്. പിന്നെ ഒരു 75 അടുത്തായപ്പോഴാണ് ആദ്യത്തെ ഒരു യൂണിറ്റ്, ട്രിവാൻഡ്രം സിറ്റി യൂണിറ്റ് നഷ്ടത്തിലായത്. പിന്നെ തുടർന്ന് ഗ്രാജുവലായിട്ട് ഇങ്ങനെ ഈ നഷ്ടം വർദ്ധിക്കുന്നു. പിന്നെ ഈ KSRTC നശിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം 70കളിലും 80കളിലൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ സമരം നടത്തുമ്പോൾ എത്രത്തോളം KSRTC ബസ്സിനെ നശിപ്പിച്ചു, അതാണ് വിപ്ലവത്തിൻ്റെ ഒരു വലിയ ലക്ഷണമായിട്ട് അന്ന് കണ്ടുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ആൾക്കും വിശ്വസിക്കാനൊക്കില്ല. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻകാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ സമരം നടത്തുമ്പോൾ എത്രത്തോളം KSRTC ബസ്സിനെ നശിപ്പിക്കാം എന്നുള്ളതാണ് അന്നത്തെ അതായത് അന്നത്തെ സമരത്തിൻ്റെ വിജയം നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSRTC ബസ്സിനെ നശിപ്പിച്ച് കളയാമെന്നാണ്. പിന്നെ കുറേ വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ KSRTC ബസ്സിനെ നശിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ബസ് ഓടില്ല എന്ന് വന്നതോടുകൂടി അത് മാറി. പിന്നെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടുള്ള കാലഘട്ടത്തിലാണെങ്കിൽ ഇപ്പോൾ 70കളിലൊക്കെ ആണെങ്കിൽ അന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഏതാണ്ട് 50% ടിക്കറ്റ് ചാർജിൻ്റെ 50% ചാർജ് ഇത് കൊടുക്കണമായിരുന്നു. ഈ പിൽക്കാലത്ത് കുട്ടിയൊക്കെ ഇത് കൊടുക്കേണ്ടതെന്നായി, ഒന്നും കൊടുക്കേണ്ടതെന്നായി. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് കാണാമെന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള മാനേജ്മെൻറ്റ്, പിന്നെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇതിനെ മുഴുവനും നശിപ്പിച്ച് നാമാവശേഷമാക്കി അവസാനം ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു നിലപാടെന്താണെന്നറിയാം? കടം മേടിച്ചു KSRTC വലിയ തോതിൽ കടം മേടിച്ചിട്ട് ഇപ്പോൾ ഈ KSRTCയിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ സിംഹഭാവം ഈ കടം അടയ്ക്കാൻ പലിശയ്ക്ക് വേണ്ടിയാണ് ചിലവാക്കുന്നത്. കോടതി പറഞ്ഞിരിക്കുക, അത് സാധാരണഗതിയിലല്ല. കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിൻ്റെ ഇത്ര കിട്ടുന്ന തുക കടത്തിൻ്റെ പലിശയും കടം അടച്ചോളണമെന്ന്. അങ്ങനെ ഈ കടം അടച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ഈ KSRTC നന്നാക്കാനെന്നും പറഞ്ഞുകൊണ്ട് കേരള ട്രാൻസ്പോർട്ട് ഫൈനാൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കോർപ്പറേഷൻ തുടങ്ങി, അതും പൊളിഞ്ഞ് തരിപ്പണമായി. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ KSRTCയുടെ സ്ഥിതി. ഇപ്പോൾ എവിടെന്നെങ്കിലും സർക്കാർ ഇപ്പോൾ കടം മേടിച്ച് കൊടുത്താൽ ഈ പെൻഷൻ കിട്ടും, കടം മേടിച്ച് കൊടുത്താൽ പിന്നീട് ശമ്പളവും പെൻഷനൊക്കെ കൊടുക്കാമെന്നുള്ള അങ്ങേയറ്റത്തെ പരിതാപകരമായൊരു സ്ഥിതിയിൽ KSRTCയെ കഴിഞ്ഞവർ 50 വർഷം കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാൻ്റെ പ്രസ്താവന എന്താണ്? ഇലക്ട്രിസിറ്റി ബോർഡും KSRTCയെ പോലെ ആകാൻ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇത് ഇലക്ട്രിസിറ്റി ബോർഡെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സ്ഥാപനമാണ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 30,000 തൊഴിലാളികളുള്ളൊരു സ്ഥാപനം. കേരളത്തിലുള്ള എല്ലാ വീടുകൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും വ്യവസായ യൂണിറ്റുകൾക്കും എല്ലാത്തിനും ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ജീവിച്ചു പോകാൻ എന്ത് പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത്. പണ്ടത്തെ കാലത്തല്ല, ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വർക്ക് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിലും ഏതിനും ഇലക്ട്രിസിറ്റി വേണം. പിന്നെ അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഘടകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഒരു ഹോട്ടൽ വർക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു സ്ഥാപനം വർക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു ഓഫീസ് തന്നെ വർക്ക് ചെയ്യുമോ? കാരണം അവിടെയെല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടർ വഴിയുള്ള പരിപാടികളാണ്. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഒരു ഓഫീസിൽ ചെന്ന ഒരു സർട്ടിഫിക്കറ്റ് പോലും നിങ്ങൾക്ക് മേടിക്കാനൊക്കില്ല. അപ്പോൾ ഇലക്ട്രിസിറ്റി അത്രയും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും. അങ്ങനെ ഒരു പ്രസ്ഥാനമാണ്.
കേരളത്തിൽ ഈ ഇലക്ട്രിസിറ്റി മുഴുവനും ഏതാണ്ട് 99% സപ്ലൈ ചെയ്യുന്നത് ഈ ഇലക്ട്രിസിറ്റി ബോർഡാണ്. ആ ഇലക്ട്രിസിറ്റി ബോർഡാണിപ്പോൾ പിന്നെ അവിടുത്തെ ചെയർമാൻ്റെ അഭിപ്രായത്തിൽ, അദ്ദേഹം KSRTCയുടെയും ചെയർമാനായിരുന്ന ആളാണ്. അപ്പോൾ ഇതും ഒരു KSRTC മോഡലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ റേസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് എന്താണെന്നറിയാം, നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം എല്ലാം KSRTCയിലെ മോഡലിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നം. പിന്നെ ഞാൻ ഈ 50 വർഷത്തെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അല്ല, ഇന്നിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാണുന്നതല്ലേ ഈ സ്ഥാപനങ്ങൾ. 50 വർഷമായിട്ട് ഈ നാട്ടിൽ ജീവിക്കുകയും ഇവിടുത്തെ സ്ഥാപനങ്ങളെ കാണുകയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. 50 വർഷമായിട്ട് നമ്മുടെ നല്ല സ്ഥാപനങ്ങളൊക്കെ ഈ KSRTCയുടെ സ്ഥിതി നേരത്തെ നിങ്ങൾക്കറിയാമോ? വളരെ വരുമാനം കിട്ടുന്ന ഒരു സ്ഥാപനമായിരുന്നു 70കളുടെ ആദ്യത്തിൽ. അപ്പോൾ പല ട്രഷറികളും കാത്തിരിക്കുന്നത് എന്താണെന്ന് പറയാം, KSRTCയുടെ വാൻ വരാൻ വേണ്ടിയാണ്. KSRTCയുടെ വാൻ വന്ന് പിന്നെ ട്രഷറിയിൽ പണം കൊടുത്താലേ ട്രഷറി വർക്ക് ചെയ്യൂ, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. KSRTC സംസ്ഥാന സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സായിരുന്നു. ട്രഷറികളൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നത് KSRTC. അവർ രാവിലെ ട്രഷറി തുറന്നു കഴിഞ്ഞിട്ട് നോക്കുന്ന KSRTCയുടെ വണ്ടി വന്നാൽ ആ കിട്ടുന്ന പണം വെച്ചാണ് ട്രഷറിയിൽ മറ്റേ ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം ഇപ്പോൾ KSRTC ഈ നിലയിലെത്തി. അതാ ഇലക്ട്രിസിറ്റി ബോർഡും ഏതാണ്ട് ആ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അതിൻ്റെ മേധാവി തന്നെ പറയുന്നു. മറ്റ് സ്ഥാപനങ്ങളും, നിങ്ങൾ കേരളത്തിലെ ധനകാര്യസ്ഥിതി എടുക്കൂ, നമ്മുടെ ട്രഷറിയും അതിൻ്റെ മാനേജ്മെൻറ്റ് നോക്കൂ. എന്തെങ്കിലും ഒരു കാര്യത്തിന് പൈസ കൊടുക്കാനുണ്ടോ? അല്ലെങ്കിൽ പല മേഖലകളിലും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുണ്ടോ? അല്ലെങ്കിൽ ഈ കോൺട്രാക്ടേഴ്സിന് പണം കൊടുക്കാനുണ്ടോ? ഒന്നിനും പണമില്ല. തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പ്ലാനിംഗ് ബോർഡ് പറയുന്നത് ഞങ്ങൾ പ്ലാൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ഇങ്ങനെ കടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അതെല്ലാം ഇപ്പോൾ വെട്ടിക്കളഞ്ഞു. തീർന്നു. ഒരു തരത്തിലും ധനസ്ഥിതി മെച്ചപ്പെട്ട് പഴയ രീതിയിലേക്ക് എത്താനായിട്ടുള്ള ഒരു സാധ്യതയില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ ട്രഷറി, നമ്മുടെ പിന്നെ ധനകാര്യ രംഗം, ധനകാര്യ മാനേജ്മെൻറ്റ് ആ നിലയ്ക്ക് എത്തിച്ചു. അതും ഒരു KSRTC മോഡൽ തന്നെ. നിങ്ങൾ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കൂ. CAG റിപ്പോർട്ടുണ്ട്. പകുതിയിലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ബാധ്യത എന്ന് പറഞ്ഞാൽ കടമേടിച്ച തുക അവരുടെ മൊത്തം നഷ്ടത്തെക്കാളും കൂടുതലാണെന്നാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മൊത്തം നഷ്ടത്തേക്കാൾ എന്ന് പറയുമ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഇങ്ങനെ ഏതാണ്ട് KSRTC മോഡലിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ കുറേ പിന്നീട് കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ടല്ലോ. കോപ്പറേറ്റീവ് പ്രസ്ഥാനമാണ് ഈ 70കളിലൊക്കെ അല്ലെങ്കിൽ 60കളിലും 70കളിലും നമ്മുടെ ഏറ്റവും വലിയ ഐഡിയോളജി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് സ്ഥാപനങ്ങളെല്ലാം കോപ്പറേറ്റീവ് ആക്കുക. അവിടെ പിന്നീട് എക്സ്പ്ലോയിറ്റേഷൻ ഇല്ല. നമ്മളെ ജനങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു കൂടി സ്ഥാപനങ്ങൾ നടത്തി എല്ലാവരും കൂടെ അതിൻ്റെ നേട്ടം വീതിച്ചെടുക്കുന്നു. കോപ്പറേറ്റീവായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. അല്ലാതെ പ്രൈവറ്റ് സെക്ടറൊന്നുമല്ല. കോപ്പറേറ്റീവ് തുടങ്ങുക എന്നുള്ള എല്ലാ മേഖലയിലും കോപ്പറേറ്റീവ്, സർവ്വ മേഖലയിലും കോപ്പറേറ്റീവ് തുടങ്ങി. അന്ന് തുടങ്ങിയ കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. ആദ്യകാലത്തൊക്കെ കൊള്ളാമെന്നുള്ള ആളുകളും നേരെ നിരപ്പുള്ള രാഷ്ട്രീയക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോയി. ഇന്നിപ്പോൾ എന്താണ്, ഈ കോപ്പറേറ്റീവ് ബാങ്കുകളും മിക്ക ബാങ്കുകളും കൊള്ള സംഘമായിട്ട് മാറി. അവിടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുന്നവൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട ഇതിനെതിരായിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഈ കോപ്പറേറ്റീവ് ബാങ്ക് മുഴുവനും അവിടുത്തെ പ്രാദേശികമായിട്ടൊരു രാഷ്ട്രീയക്കാരാണ് കൈകാര്യം ചെയ്യണത്. അവനും അവൻ്റെ മാഫിയയും കൂടെ ചോദിക്കുന്നവനാണെങ്കിൽ അടിച്ചു കൊല്ലാൻ നിൽക്കുന്ന ഒരു കാലം. നിങ്ങളിപ്പോൾ പിന്നീട് ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ നോക്കൂ. യൂണിവേഴ്സിറ്റി കോളേജ് ഞാൻ പഠിച്ചാണ് 50 വർഷത്തിന് മുമ്പ്. എന്ത് ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരുന്ന കോളേജ്. അന്ന് സമരമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്താ, അവിടെ ഇടിമുറിയിൽ ഇടിച്ച് കൊല്ലുന്നു. നേരത്തെ ഒരു ഇടി ഈ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ പ്രിൻസിപ്പൽ എവിടെ നിൽക്കുന്നു, അധ്യാപകരെവിടെ നിൽക്കുന്നു. അധ്യാപകരൊക്കെ എന്താ ഈ അവിടുത്തെ പിന്നീട് ഈ സ്റ്റുഡൻറ്റ് സംഘടന എന്നുള്ള മാഫിയയുടെ അടിമകളാണോ അവർ? നിങ്ങളൊന്ന് ആലോചിക്കും. ഒരു കോളേജിൽ ആ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ മനുഷ്യൻ എന്ത് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു? അല്ലെങ്കിൽ അവിടെ അധ്യാപകരെന്ത് ചെയ്യുന്നു? അധ്യാപകരൊക്കെ ഈ മാഫിയകളെ പേടിച്ച് കഴിയുന്നോ? അപ്പോൾ ഞാനീ പറയുന്നത് നമ്മുടെ ഈ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാഫിയവൽക്കരണം, കൊള്ളത്തനം, വളരെ മോശമായിട്ടുള്ള അവസ്ഥ, പബ്ലിക് സ്ഥാപനങ്ങളെല്ലാം വളരെ മോശമായിട്ട് നശിപ്പിച്ച് നാമാവശേഷമാക്കുന്ന സ്ഥിതി, ആ നിലയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തിന് മാതൃക എന്നൊക്കെ പറഞ്ഞോളെ. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ സർക്കാരിൻ്റെ ഏത് കടലാസ് എടുത്തു കഴിഞ്ഞാൽ ലോകത്തേക്ക് മാതൃകമായ മറ്റേ നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഇതാണ് നമ്മുടെ കേരളം എന്ന് സർവ്വയിടത്തും പറഞ്ഞോളെ.
കാരണം അങ്ങനെ കുറേ ഈ പത്രപ്രസ്താവനയും രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തിയ മാടലായിക്കൊള്ളൂ എന്നുള്ളതാണ്. കേരളത്തിൻ്റെ അടിത്തറ തന്നെ എല്ലാ മേഖലകളിലും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നമ്മുടെ മുന്നിലുള്ള സർവ്വ വിവരങ്ങളും കാണിക്കുന്നതെന്നുള്ളതാണ്. വളരെ മോശമായിട്ടുള്ള, വളരെ പരിതാപകരമായ, വളരെ അപകടകരമായ നിലയിലേക്ക് സംസ്ഥാനത്തിൻ്റെ സ്ഥാപനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ഇതൊന്നും വലിയൊരു ഒരു സബ്ജക്റ്റായിട്ട് നമ്മുടെ മീഡിയ കാണുന്നില്ല. അതാണല്ലോ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ മാധ്യമങ്ങളൂടെ ഒരുപാട് മാധ്യമങ്ങളുണ്ട്, രാവിലെ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള കവിഞ്ഞല്ലാതെ ഇങ്ങനെയുള്ള ഒരു ഗൗരവത്തെപ്പറ്റി ഇവിടെയുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. അത്രയും വളരെ മോശമായിട്ടുള്ള സ്ഥിതിയിൽ കേരളം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ CMDയുടെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ തന്നെയാണ് KSEB കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയും വരുന്നത്. ഇപ്പോൾ കറണ്ട് ചാർജ് ഏതാണ്ട് ഇപ്പോൾ വർദ്ധിപ്പിച്ച് കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഈ ഇന്നത്തെ നടപ്പിലാക്കി കഴിഞ്ഞല്ലോ. അതായത് ഇവിടെ ഇപ്പോൾ ഇവരിപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു കറണ്ട് ചാർജ് എന്ന് പറഞ്ഞാൽ തീരെ ചെറുതൊന്നുമല്ല. ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഫൈനാൻസ് എന്താണെന്ന് നോക്കാം. അതിനകത്ത് ഇപ്പോൾ എന്താണെന്നറിയാം, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി എന്നാണ് അവിടുത്തെ ഈ റിപ്പോർട്ടുകളെല്ലാം ഇപ്പോൾ നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സ്ഥിതി? 2021-22 97 കോടി രൂപ പ്രോഫിറ്റ് കിട്ടിയിരുന്ന സ്ഥാപനം 2022-23 ആയപ്പോൾ 1023 കോടി രൂപയുടെ നഷ്ടം. അവരുടെ ഏറ്റവും അവസാനത്തെ ഒരു കണക്ക്, ആധികാരികമായിട്ടുള്ള കണക്ക് പറയുന്നതാണെന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള മൊത്തം നഷ്ടം ഏതാണ്ട് 18,000 കോടി രൂപയുടെ നഷ്ടം ഇപ്പോൾ നിലനിൽക്കുന്നു. പിന്നെ അവിടുത്തെ പിന്നീട് ചെയർമാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിമാസ റവന്യൂ വരുമാനം 1750 കോടി രൂപ, പ്രതിമാസ ചെലവ് 1950 കോടി രൂപ, വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസം ഒരു മാസം 200 കോടി രൂപ എന്ന് പറയുമ്പോൾ ഒരു വർഷം ഏതാണ്ട് 2400 കോടി രൂപ. അപ്പോൾ ഇതാണ് അവിടുത്തെ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ നിലനിൽക്കുന്നത്. പിന്നെ വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ ഒരു കമ്പനിയാക്കി. നേരത്തെ ഇതാണെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കാനായിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു, ഓട്ടോണമസ് ബോഡിയായിരുന്നു. അതിനെ കമ്പനിയാക്കി. ഈ കമ്പനി ആയപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കമ്പനിക്ക് ഈ നേരത്തെ റിട്ടയർ ചെയ്ത ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള ബാധ്യതയില്ല. അപ്പോൾ അതിന് 24,000 കോടി രൂപയുടെ ഒരു കാർപ്പസ് ഫണ്ട് ഉണ്ടാക്കി അതിൻ്റെ ഇൻട്രസ്റ്റ് വെച്ച് ഇവർക്കൊക്കെ ഇത് കൊടുത്തോളണമെന്നാണ്. അതൊന്നും ഉണ്ടാക്കിയില്ല. അതിപ്പോൾ വരാൻ പോകണം എന്താണെന്നറിയാം. ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ അവരെ വരുമാനത്തിൽ നിന്ന് ഈ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കും. ഒരുപാട് പെൻഷനേഴ്സ് ഉണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ. അപ്പോൾ ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ നാളത്തെ എത്രത്തോളം പെൻഷൻ എങ്ങനെ കിട്ടും എന്നുള്ളതും വലിയൊരു പ്രതിസന്ധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ വേറെ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കറണ്ട് ഉപയോഗിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളോ ഇലക്ട്രിസിറ്റി ബോർഡുകളോ ഒന്നും പണം അടക്കിയില്ല എന്നുള്ളതാണ്. അത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പ്രവർത്തനം വളരെ മോശമാകുന്നു. ഉദാഹരണത്തിന് സംസ്ഥാന സർക്കാർ വകുപ്പുകളാണ് 173 കോടി രൂപ കൊടുക്കാനുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 527 കോടി രൂപ കൊടുക്കാനുണ്ട്. ലോക്കൽ ബോഡീസ് ഏതാണ്ട് 7 കോടി. കേന്ദ്ര സർക്കാർ വകുപ്പുകളും സ്ഥാപനങ്ങളും 67 കോടി രൂപ. അതായത് ഈ മാർച്ച് 2024 846 കോടി രൂപ, അതായത് KSEBയുടെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ട തുകയായിട്ട് ഈ വകുപ്പുകൾക്കുണ്ട്. അത് കൊടുക്കുന്നില്ല അവർ. അതാണ് അടുത്ത വേറൊരു പ്രശ്നം. കാരണം നമ്മൾ മുഴുവനും ഈ ഇലക്ട്രിസിറ്റി ബോർഡിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതാണ് വേറൊരു കാര്യം. പിന്നെ ഇപ്പോൾ ഇവർ ഈ റേറ്റ് കൂട്ടാൻ പോകുന്നതിന് മുമ്പിൽ അവർ പറഞ്ഞൊരു കാര്യമെന്ന് അറിയാം. ഇപ്പോൾ ഉള്ള കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒരു 7,000 കോടി രൂപ വേണം. ഈ 7,000 കോടി രൂപ വേണം. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ റേറ്റ് റിവിഷൻ, ഈ ടാരിഫ് റിവിഷൻ നടത്താതെ, അതായത് ഈ ഇലക്ട്രിസിറ്റി ചാർജിൽ വർധനവ് വരുത്താതെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനൊക്കില്ല. വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ. കാരണം ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇപ്പോൾ പുതിയൊരു സംവിധാനം വന്നിട്ടുണ്ട്. റേറ്റ് കൂട്ടണമെങ്കിൽ അവർ റെഗുലേറ്ററി കമ്മീഷൻ അവർ ഇവരുടെ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ റെഗുലേറ്ററി കമ്മീഷൻ ഇലക്ട്രിസിറ്റി ബോർഡ് പറഞ്ഞു വലിയൊരു കൂട്ടൽ കൂട്ടണം എന്ന് പറഞ്ഞു. പക്ഷേ ഭാഗ്യത്തിന് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ വലിയ കൂട്ടലൊന്നും കൂട്ടണ്ട, നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു പകുതി കൂട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്നത് വളരെ ഭീമമായ ഒരു ചാർജായിരിക്കും
സാധാരണഗതിയിൽ വരുന്നത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന തുകയെന്ന് പറഞ്ഞാൽ തീരെ ഒട്ടും കുറവല്ല. 2 തരത്തിലുള്ള കൂട്ടലാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം. ഒരു യൂണിറ്റിന് 16 പൈസ വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഈ മാസം 5 മുതൽ പ്രാബല്യത്തിൽ വരുന്നു. അടുത്ത സാമ്പത്തിക വർഷം, അതായത് മാർച്ച് കഴിയുമ്പോൾ, ഏപ്രിൽ മുതൽ 2025 ഏപ്രിൽ മുതൽ അത് വീണ്ടും ഒരു 12 പൈസ കൂട്ടുന്നു. പിന്നെ വീണ്ടും 20 അതിനടുത്ത വർഷം വീണ്ടും 12 പൈസ വീതം കൂട്ടുന്നു. അപ്പോൾ ഈ കൂട്ടലെന്ന് പറഞ്ഞാൽ ചെറിയ കൂട്ടലൊന്നും അല്ല. ഇപ്പോൾ കൂട്ടി അത് 3 മാസം, അത് കഴിയുമ്പം ജാനുവരി, മാർച്ച്, ഏപ്രിൽ വരുമ്പോൾ വീണ്ടും കൂടുന്നു, അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ കൂടുന്നു. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊരു വർധനയാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത്. ഇവിടെ 2 തരത്തിലുള്ള കൂട്ടലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഒന്നെന്താണെന്നറിയാം, നിരക്കുകളെല്ലാം വർധന വരുത്തി. നിരക്കുകൾക്കെല്ലാം വർധന വരുത്തി. അതായത് ഇപ്പോൾ ഈ 100 യൂണിറ്റ് ഉണ്ടായിരുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 100 യൂണിറ്റ് ആണ് പ്രതിമാസം ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൻ്റെ നിരക്ക് 430 നിന്ന് 448 രൂപയായിട്ട് കൂടി. അതായത് 18 രൂപയുടെ വർധന. ഇതിന് പുറമെ ഫിക്സഡ് ചാർജസ് ആയിട്ട് 20 രൂപയുടെ കൂടി. എന്ന് പറയുമ്പോൾ ഈ 100 യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളിൻ്റെ നെറ്റ് ഇൻക്രീസ് എന്ന് പറയും 38 രൂപ. 200 യൂണിറ്റ് ഉണ്ടായിരുന്ന അയാളുടെ ആണെങ്കിൽ 1088 നിന്ന് 1120 കൂടി, അതായത് 32 രൂപ കൂടി. അതിൻ്റെ കൂടെ ഫിക്സഡ് ചാർജ് 52 രൂപ ആണ് ഒരു മാസം അഡീഷണലായിട്ട് വരുന്നത് പ്രതിമാസം. അതോടൊപ്പം തന്നെ 300 യൂണിറ്റുള്ള ആൾക്ക് 85 രൂപയുടെ പുതിയ അഡീഷണലായിട്ടുള്ള വർധന വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 400 യൂണിറ്റുള്ള ആളിന് 110 രൂപ. അപ്പോൾ ചെറിയ വർധനയില്ല. ഇത് മാസത്തെ കണക്കാണ് ഞാൻ ഈ പറയുന്നത്, മാസത്തെ കണക്കാണ്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള വലിയൊരു വർധനയാണ് ഈ വന്നിരിക്കുന്നതെന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മൊത്തത്തിൽ രാജ്യത്തിലും ഒരു ചെറിയ സാമ്പത്തിക മാന്ദ്യം വരുന്നോ, അല്ലെങ്കിൽ കേരളത്തിലും പൊതുവിലൊരു ഒരു മാന്ദ്യവും തൊഴിലില്ലായ്മയും അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കൂട്ടൽ തീർച്ചയായിട്ടും എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഭാഗം പേർക്ക് ഒരു വലിയ ബാധ്യതയാവും. ഇപ്പോൾ ചെറിയ കച്ചവടം നടത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ചെറിയ ഹോട്ടൽ നടത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ചെറിയ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ, അവിടെ എല്ലാം ഇതിൻ്റെ ഒരു പ്രതിഫലനം വരുന്നുണ്ട്. പക്ഷേ സർക്കാർ പറയുന്നത് ഇതിപ്പോൾ ഞങ്ങൾ പിന്നീട് BPL ഹൗസ് ഹോൾഡിനെ കൂട്ടിയിട്ടില്ല, വേറെ ചില ഹൗസ് ഹോൾഡ്സിനൊക്കെ കുറച്ചൊരു ഇളവും കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇത് ഇന്നത്തെ നിലയിൽ ഇത് വലിയൊരു ഭാരമായിട്ട് തന്നെ വരാനായിട്ട് സാധ്യതയായിട്ടാണ് ഞാൻ കാണുന്നതെന്നുള്ളതാണ്.